ഒമാനിലെ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിന് കീഴിലുള്ള കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വാർഷിക പ്രദർശനം സംഘടിപ്പിച്ചു. സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളും അവർക്കുള്ള പഠനോപകരണങ്ങളും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു. ടീച്ച് ടു റീച്ച് എക്സ്പാൻഡിംഗ് പോസിബിലിറ്റീസ് എന്ന പ്രമേയത്തിലാണ് മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലെ കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രദർശനം ഒരുക്കിയത്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യകൾ, അധ്യയന രീതികൾ, ലൈഫ് സ്കിൽ പരിശീലനം എന്നിവ പങ്കുവെക്കുന്നതായിരുന്നു പ്രദർശനം. ഒമാൻ ഓട്ടിസം അസോസിയേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ആലിയ അൽ ഖബ്ഷി, വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഡോക്ടർ അബ്ദുള്ള ബിൻ ഹാമദ് ബിൻ അബ്ദുള്ള അൽ മാമരി തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. To cooperate and do things together, inshallah, to help our students, especially the people with autistic, inshallah. Thank you a lot. I'm very happy today. Thank you a lot. രാജ്യത്തെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ കരവിരുതുകളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. പഠന രീതികളിൽ പുതിയ കാല സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം പൊതുജനങ്ങൾക്ക് അടുത്തറിയാൻ പ്രദർശനം സഹായകമായി. കുട്ടികളുടെ മനോഹരമായ ആർട്ട് വർക്കുകളുടെ പ്രദർശനവും ലൈക്ക് ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ സോൺ, മൊബിലിറ്റി സോൺ, അങ്ങനെ പറഞ്ഞ് പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് അവരുടെ ടീച്ചിങ് എക്യുപ്മെൻറ്റ്സും തെറാപ്പി എക്യുപ്മെൻറ്റ്സും ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ്. കുട്ടികളും അധ്യാപകരും ചേർന്ന് പ്രദർശനത്തിന്റെ ആശയങ്ങൾ സന്ദർശകരുമായി പങ്കിട്ടു. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികളും രക്ഷിതാക്കളും മറ്റു വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.